ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീറ്റ് റോൾ റെസിപ്പിയാണ്. എപ്പോഴും നാടൻ മസാലാസ് വെച്ച് ചെയ്യുന്നതിന് പകരം ഔട്ടർ സൈഡ് നല്ല ക്രിസ്പിയായും, പ്രത്യേകിച്ച് നോമ്പിന് കൂടുതൽ ചിക്കനും മീറ്റും കഴിക്കുമ്പോൾ ഒരു ചേഞ്ച് ആയി ബീഫിൻ്റെ കൂടെ വെജീസ് വൈറ്റ് സോസിൽ മിക്സ് ചെയ്ത് നല്ലൊരു മൈൽഡ് ഫ്ലേവേർഡ് ആയ ഫില്ലിങ്ങോട് കൂടിയുള്ള റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 150 ഗ്രാം ബീഫ് ജസ്റ്റ് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് മാഷ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഇനി ഫില്ലിങ്ങിന് ആവശ്യമുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു സ്റ്റിക്ക് ബട്ടർ ഇട്ടിട്ടുണ്ട്. ബട്ടർ മെൽട്ടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കട്ടയില്ലാണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത് നല്ലൊരു കുക്കായ സ്മെല്ല് വരുമ്പോൾ അരക്കപ്പ് പാൽ ഒഴിച്ച് കുറുക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് മിക്സ് ചെയ്തെടുത്താൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ ആവശ്യമുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ പെപ്പറും ആഡ് ചെയ്യാം. ഉപ്പ് സോസിലേക്ക് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് കുറച്ച് മാത്രമേ ചേർക്കാവൂ, അല്ലെങ്കിൽ കൂടുതലായി പോയാൽ അതിൻ്റെ ടേസ്റ്റാണ് കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ. അപ്പോൾ സോസ് റെഡിയായി. നെക്സ്റ്റ് ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് 5 വെളുത്തുള്ളി ക്രഷ് ചെയ്തിട്ട് ചെറുതായിട്ട് റോസ്റ്റ് ആവുന്ന രീതിയിൽ സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതിലേക്ക് ഉപ്പിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വാടി വരുമ്പോൾ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരു മീഡിയം സൈസ് ക്യാരറ്റ്, ഹാഫ് ക്യാപ്സിക്കം ഇതുപോലെ കട്ട് ചെയ്തതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ ഇട്ട് വെജിറ്റബിൾസ് കുക്കാവുന്ന രീതിയിൽ ടോസ്റ്റ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാലും മാഷ് ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഇത് കംപ്ലീറ്റ് മിക്സ് ആയി വരുമ്പോൾ 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തിട്ട് കംപ്ലീറ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ബീഫും മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ബീഫും ഉരുളക്കിഴങ്ങും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ലാസ്റ്റായിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച വൈറ്റ് സോസ് ചേർക്കാം. അപ്പോൾ നല്ല ജ്യൂസി ഫില്ലിംഗ് ആയി മാറിയിട്ടുണ്ട്. ഉപ്പും പെപ്പറും ലാസ്റ്റ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. വേറൊരു സ്പൈസ് പൗഡേഴ്സും ഇതിൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. കിഡ്സിനെല്ലാം എന്തായാലും ഇഷ്ടമാവും. ഇനി റോൾ ചെയ്തെടുക്കേണ്ട ക്രപ്പ് ഉണ്ടാക്കാൻ ഒരു മിക്സറിലേക്ക് 3/4 കപ്പ് മൈദയും 1 കപ്പ് പാലും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത്. എന്നിട്ട് നല്ല തിൻ മൈദ ദോശ ചുട്ടെടുക്കാം. ചുട്ടെടുത്ത ദോശയിൽ ഇതുപോലെ കുറച്ച് ഫില്ലിംഗ് വെച്ച് 2 സൈഡിൽ നിന്ന് മടക്കി സാധാരണ റോള് ചുരുട്ടിയെടുക്കുന്ന പോലെ തന്നെ ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് എല്ലാ ഭാഗവും സീൽ ആവുന്ന രീതിയിൽ ചുരുട്ടിയെടുക്കാം. ഇനി ഓരോ റോളും ഡിപ്പ് ചെയ്തെടുക്കേണ്ട എഗ് മിക്സ് ആണിത്. ഒരു മുട്ടയിലേക്ക് ഉപ്പും പെപ്പറും ഇട്ട് ബീറ്റ് ചെയ്തതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലൂടെ വെച്ച് മിക്സ് ചെയ്തെടുത്തതാണ്. കുറച്ച് പാല് മിക്സ് ചെയ്താൽ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാൻ ഈസിയാണ്. ബ്രെഡ് ക്രംസ് കട്ട പിടിക്കാതെ കിട്ടും. ഇനി ഓരോ റോളും ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പ് 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചെടുത്താൽ നല്ല സ്റ്റിഫ് ആൻഡ് ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്യാം. അപ്പോൾ മീറ്റ് റോൾ ഇവിടെ റെഡിയായി. ഇതിൻ്റെ ഫില്ലിംഗ് എല്ലാവർക്കും ഇഷ്ടമാവുന്ന ടൈപ്പാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് ബിജു ഫഹീമ ഹിൽ സൈനിങ് ഓഫ്.